വിഴിഞ്ഞത്ത് CPIMന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായി ജോയ് MLA നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. നാളെ തിരച്ചിൽ കൃത്യമായി നടത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉറപ്പ് നൽകിയതായി ജോയ് പറഞ്ഞു. ജോണിന്റെ മകനുമായിട്ട് അവരെ സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജോണിന്റെ മകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാമേശ്വരം വരെ അതിന്റെ അന്വേഷണം തെരച്ചിൽ നീട്ടണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഫിഷറീസിന്റെ DD ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ച് അവിടം വരെ അത് പോയി പരിശോധിക്കാൻ അല്ലെങ്കിൽ അവിടം വരെ പോയി ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് DD ഇപ്പോൾ ഉറപ്പ് നൽകുന്നത്. നിശ്ചയമായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ ഒരു കാരണവശാലും പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പോൾ DD ഫിഷറീസ് നൽകിയ ഉറപ്പ് അവർ പാലിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ DD നൽകിയിട്ടുള്ള ഉറപ്പെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ജോണിന്റെ മകനുമായി നടത്തിയിട്ടുള്ള സംഭാഷണമാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ അന്വേഷണവും തെരച്ചിലും നടത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ 2-3 ദിവസം അതിലേക്ക് വേണ്ടി മാത്രം ഒന്ന് മാറി കൊടുക്കുകയാണ്. കൊടുത്തുകൊണ്ട് നമുക്ക് സമരം കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ വഴിതടയൽ സമരം നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഞ്ജു പാലം ചേരുന്നുണ്ട്. അഞ്ജു, വിഴിഞ്ഞത്ത് CPIMന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായി ജോയ് MLA നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ തിരച്ചിൽ കൃത്യമായി നടത്തുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? സുപ്രിയ, വിഴിഞ്ഞം ജംഗ്ഷനിലായിരുന്നു 2 മണിക്കൂറിലധികം ഈ CPIMന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചത്. കനത്ത മഴയത്തായിരുന്നു ഈ പ്രവർത്തകരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു ഉപരോധം ആരംഭിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞത്ത് നിന്നും കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ 9 ദിവസത്തിന് മുൻപ് മത്സ്യബന്ധനത്തിനായി പോയ ജോൺ എന്ന് പറയുന്ന ആൾ അപകടത്തിൽപ്പെടുകയുണ്ടായി. പക്ഷെ അയാളെ ഇതുവരെയും കണ്ടെത്താനുള്ള ഒരു തരത്തിലുള്ള നടപടികളും ഫിഷറീസ് വകുപ്പിന്റെയോ സർക്കാരിന്റെയോ തലത്തിൽ കൃത്യമായി തന്നെ മുന്നോട്ട് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല എന്നുള്ള വലിയ പരാതികളുണ്ട്. ഇപ്പോഴും തിരച്ചിൽ കൃത്യമായി നടക്കുന്നില്ല. കുടുംബം ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള തിരച്ചിൽ നടക്കുന്നില്ല. സ്കൂബ ടീം അടക്കമുള്ളവരും അതുപോലെ തന്നെ കുടുംബം ആവശ്യപ്പെടുന്ന ഒരു തരത്തിലുള്ള തെരച്ചിലിനും സർക്കാർ തലത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഫിഷറീസ് വകുപ്പ് മന്ത്രി എത്തുന്നില്ല. അങ്ങനെ വലിയ പരാതികൾ അവർക്കുണ്ട്. ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടാണ് അവർ കുറച്ചും കൂടി കാര്യക്ഷമമായ തിരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇത് ഉന്നയിച്ചുകൊണ്ടാണ് CPIMന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തിയത്. അവരുടെ പ്രധാന ആവശ്യം ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ ഉപരോധം അവസാനിപ്പിക്കത്തുള്ളൂ എന്നായിരുന്നു. അങ്ങനെ ഒടുക്കം 2 മണിക്കൂറിന് ശേഷമാണ് മഴയത്ത് ആനാവൂർ നാഗപ്പൻ, മുതിർന്ന CPIMന്റെ മുതിർന്ന നേതാവായ ആനാവൂർ നാഗപ്പന്റെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മയും അവിടേക്ക് എത്തുകയുണ്ടായി. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷമാണ് ഈ ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള രമ അവിടേക്ക് എത്തുകയും കൃത്യമായി തന്നെ ജില്ലാ സെക്രട്ടറി ജോയിയുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കുന്ന കാര്യം അറിയിച്ചത്. അതിൽ കൃത്യമായി തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ പറയുകയുണ്ടായി, കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള തിരച്ചിലാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. കൃത്യമായി തന്നെ കുടുംബം പറയുന്നതനുസരിച്ച് തിരച്ചിൽ നടത്താൻ സർക്കാർ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന ഉറപ്പ് നൽകി. അതിൽ മേലാണ് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഇനി അങ്ങനെ തിരച്ചിൽ എന്തെങ്കിലും ഒരു അലംഭാവം സർക്കാർ തലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി CPIMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോയ് നമ്മളോട് പറയുകയും ചെയ്തു. വലിയ സമരം ഇനി സർക്കാർ കാണേണ്ടി വരും. തിരച്ചിലിൽ ഇനി ഒരു അലംഭാവം കാണിച്ചാൽ അതുകൂടി സർക്കാർ കാണേണ്ടി വരുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് രാത്രി കൂടി കഴിഞ്ഞാൽ 10 ദിവസമാവുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ഷിജിനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് 10 ദിവസമാവുകയാണ് നാളെ എത്തുകയാണെങ്കിൽ. വിഷ്ണുപ്രിയ. ശരി, വിഴിഞ്ഞത്ത് CPIMന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായി ജോയ് MLA നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്.